السلام عليكم ورحمة الله وبركاته إن الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد ഏറെ സ്നേഹധന്യരായ മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിനും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു തആല ഖൈറായ ജോലി കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എല്ലാ നല്ല മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, നാം എല്ലാവരും പരിശുദ്ധമായ റമളാൻ ശരീഫിന്റെ 7ാമത്തെ ദിവസത്തിലാണ്. 6 നോമ്പ് നമ്മിൽ നിന്ന് പിന്നിട്ട് കഴിഞ്ഞു. അതിൽ 6 നോമ്പും ഞാനും നിങ്ങളും അനുഷ്ഠിച്ചവരാണ്. നാം അനുഷ്ഠിച്ചതായ നോമ്പുകളും നാം ചെയ്ത മറ്റ് എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇനിയുള്ള നോമ്പുകളും അതുപോലെ ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ അല്ലാഹുവിലേക്ക് ധാരാളം ആരാധനകൾ ചെയ്യാനും മറ്റുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനും അല്ലാഹു അതിനുള്ള തൗഫീഖും ആഫിയത്തും ആരോഗ്യവും അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ആയതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിഷയം മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന ഒരു ചെറിയ ദിക്റാണ്. വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ദിക്റാണ്. മുത്തുനബികൾ പറയുന്നത് വളരെ അത്ഭുതമാണ് ഈ ദിക്ർ എന്നാണ്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ജീവിതത്തിൽ കഷ്ടപ്പാടുകളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. പല നിലക്കുള്ള കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉണ്ടാവും. ജോലിയില്ലാതെ പ്രയാസത്തിലായവരുണ്ടാവും. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. സിഹിറ്, കണ്ണേറ്, നാവേറ് പോലത്തെ മറ്റുള്ള മാരകമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. ശാരീരികമായി മാനസികമായി പ്രയാസപ്പെടുന്നവരുണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഈ പറയുന്ന ദിക്ർ ആരെങ്കിലും ഒരാൾ 3 പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവനക്ക് പിന്നെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒരു രോഗവും അവനക്ക് ഉണ്ടാവുകയില്ല എന്നാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ പറയാൻ പോകുന്ന ദിക്ർ ഒരാൾ രാവിലെ ചൊല്ലുകയാണെങ്കിൽ വൈകുന്നേരം വരെ അവനക്ക് ഒരു ബുദ്ധിമുട്ടും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ്. അതേപോലെ വൈകുന്നേരമാണ് അവൻ ചെല്ലുന്നത് എങ്കിൽ ഈ ദിക്ർ നേരം പുലരുന്നത് വരെ അവനക്ക് ഒരു പ്രയാസവും ബുദ്ധിമുട്ടും അവനിലേക്ക് എത്തുകയില്ല എന്നാണ്. വെറും 3 പ്രാവശ്യമാണ് ചെല്ലാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. രാവിലെയും 3 പ്രാവശ്യം, വൈകുന്നേരവും 3 പ്രാവശ്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിച്ചു കൊണ്ട് നടക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒന്നും തന്നെ നമ്മളെ അലട്ടുകയില്ല, നമ്മളിലേക്ക് എത്തുകയില്ല എന്നാണ്. ഏതാണ് ആ ദിക്ർ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. നമുക്കൊക്കെ അറിയുന്നവരാണ്. പ്രത്യേകിച്ച് ഹദ്ദാദ് ചെല്ലുന്ന ആളുകളാണെങ്കിൽ അവർക്കൊക്കെ മനഃപ്പാഠമായിരിക്കും ഈ ദിക്ർ. വളരെ നിസ്സാരമാണ് കേൾക്കുമ്പോൾ ഈ ദിക്ർ, എന്നാൽ ഇതിന്റെ ഫലം വലുതാണ്. മുത്തുനബി തങ്ങൾ ഈ ദിക്റിനെ കുറിച്ച് പറഞ്ഞത് മഹാ അത്ഭുതമാണ് എന്നാണ്. വെറുതെ നബി തങ്ങൾ പറയുകയില്ലല്ലോ. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാണ് ദിക്ർ. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക. രാവിലെയും 3 പ്രാവശ്യം, വൈകുന്നേരവും 3 പ്രാവശ്യം ചെല്ലുകയാണെങ്കിൽ
രാവിലെ ചൊല്ലിയ ആൾക്ക് വൈകുന്നേരം വരെ ഒരു ബുദ്ധിമുട്ടും എത്തുകയില്ല, പ്രയാസവും എത്തുകയില്ല. വൈകുന്നേരം ചെല്ലുന്ന ആളുകൾക്ക് നേരം പുലരുന്നത് വരെയും ഒരു പ്രയാസവും എത്തുകയില്ല എന്നാണ്. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നമുക്ക് മാറ്റിത്തരട്ടെ. എന്താണ് ഈ ദിക്റിന്റെ അർത്ഥം? ബിസ്മില്ലാ, അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അല്ലദീ, എങ്ങനത്തെ അള്ളാഹുവാണ്? ലാ യദുറു മഅസ്മിഹി, അള്ളാഹുവിന്റെ പേര് പറഞ്ഞതായ സ്ഥലത്ത്, എവിടെയാണ് അള്ളാഹിന്റെ പേര് പറഞ്ഞ് നാം തുടങ്ങുന്നത്, ആ സ്ഥലത്ത് ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമായി, അത് ആകാശ ലോകത്താവട്ടെ ഭൂമി ലോകത്താവട്ടെ എവിടെയാണെങ്കിലും വേണ്ടില്ല, അള്ളാഹിന്റെ പേര് പറയുന്ന സ്ഥലത്ത് അവനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല, ഒരു ബുദ്ധിമുട്ടും അവനെ തേടി എത്തുകയില്ല എന്നാണ് ഈ പറഞ്ഞ ദിക്റിന്റെ അർത്ഥം. അവൻ കേൾക്കുന്നവനും അറിയുന്നവനുമാണ്, എല്ലാം നിരീക്ഷിക്കുന്നവനാണ് എന്നാണ്. അപ്പോ അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ബിസ്മില്ലാ, അള്ളാഹുവിന്റെ പേരാണ്, അള്ളാഹിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ്. അള്ളാഹിനെ പറഞ്ഞ സ്ഥലത്ത്, അത് ആകാശ ലോകത്താണെങ്കിലും ഭൂമി ലോകത്താണെങ്കിലും ആ പറയുന്ന വ്യക്തിക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്നാണ്. അള്ളാഹുവിന്റെ പേര് സദാ മൊഴിഞ്ഞ് ചൊല്ലി പറഞ്ഞ് ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹദീസിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഖുർത്തുബി തങ്ങൾ പറയുന്നുണ്ട്, ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നുണ്ട്, ഈ ദിക്ർ ഞാൻ അറിഞ്ഞത് മുതൽ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. ഞാൻ പതിവാക്കി ചൊല്ലിക്കൊണ്ട് നടന്നു. എത്രത്തോളം എന്നറിയുമോ? എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെ ഈ ദിക്റാക്കി ഞാൻ മാറ്റി എന്നാണ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അങ്ങനെ മഹാനവറുകൾ മദീനയിലെത്തിയപ്പോൾ മദീനയിൽ വെച്ച് ഈ ദിക്ർ ചെല്ലാൻ അദ്ദേഹം മറന്നു. ഒരു ദിവസം ഈ ദിക്ർ ചെല്ലാൻ വേണ്ടി മറന്നപ്പോ മഹാനവറുകളെ മദീനയിൽ വെച്ച് ഒരു തേള് കടിച്ചു എന്ന ആ സമയത്ത് അദ്ദേഹം ഓർത്തുപോയി, ഈ ദിക്ർ ഞാൻ ഒഴിവാക്കിയതിന്റെ പേരിലാണ് എനിക്ക് ബുദ്ധിമുട്ടെത്തിയത്, തേള് എന്നെ കടിച്ചത് എന്ന് മഹാൻ ഓർത്തുപോയി എന്ന് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അത്രയും വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് ഈ ദിക്ർ. മാത്രമല്ല അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അത്ര നബിയെ, എന്റെ വയറിന് സുഖമില്ലാത്ത ആളാണ് ഞാൻ, എന്റെ ആമാശയത്തിൽ അന്നപാനീയങ്ങൾ ദഹന പ്രക്രിയ ശരിക്ക് നടക്കുന്നില്ല നബിയെ, അതുകൊണ്ട് എന്റെ ദഹന പ്രക്രിയ ശരിക്ക് നടക്കാനും എന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിന് വേണ്ടിയും അങ്ങ് അവിടെ നിന്ന് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം നബിയെ. എനിക്ക് എന്തെങ്കിലും ഒരു ദിക്റോ എന്തെങ്കിലും പ്രതിവിധിയോ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വന്ന ഗ്രാമീണനായ ആ മനുഷ്യനോട് പറഞ്ഞു, അത്രേ, നീ എപ്പോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ആ ഭക്ഷണം കഴിച്ചതിന്റെ ഉടനെ നീ അവിടെ നിന്ന് ചൊല്ലിക്കോ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഈ ദിക്ർ ചൊല്ലിക്കോ എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ വളരെയധികം മഹത്വം നിറഞ്ഞ, വളരെയധികം അത്ഭുതം നിറഞ്ഞ, ഫലം നിറഞ്ഞ ഒരു ദിക്റാണ് ഈ ദിക്ർ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ഈ ദിക്ർ നാം എല്ലാവരും പഠിച്ച് മനഃപ്പാഠമാക്കി നമ്മുടെ ജീവിതത്തിൽ നാം ചൊല്ലണം. അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അടിമസ്ത്രീയായ പെണ്ണ് അദ്ദേഹത്തിന് 40 ദിവസക്കാലത്തോളം അദ്ദേഹത്തിന് ഭക്ഷണത്തിൽ വിഷം കൊടുത്തു എന്നാണ്. അദ്ദേഹത്തോടുള്ള ദേഷ്യം കൊണ്ട് 40 ദിവസകാലത്തോളം അദ്ദേഹത്തിന് വിഷം കൊടുത്തു എന്നാണ്. മഹാനവറുകൾ അറിയുന്നില്ല ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷമുണ്ട് എന്നറിയുന്നില്ല. അങ്ങനെ ഈ സ്ത്രീ, ഈ അടിമ സ്ത്രീ അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അത്രേ, നിങ്ങൾ ഏത് വർഗത്തിൽപ്പെട്ട ആളാണ്? മഹാനവറുകൾ പറഞ്ഞു, അത്രേ, ഞാൻ നിന്നെ പോലെ മനുഷ്യവർഗത്തിൽപ്പെട്ട ആളാണ്. മഹാനവറുകൾ ആ സ്ത്രീയോട് ചോദിച്ചു, അടിമ സ്ത്രീയോട് ചോദിച്ചു, എന്തേ നീ ചോദിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ ഈ അടിമ സ്ത്രീ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്രേ, ഞാൻ 40 ദിവസക്കാലമായി നിങ്ങൾക്ക് നൽകുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടാണ് തരുന്നത്, പക്ഷെ നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു ആ സഹോദരിയോട്, ആ അടിമ സ്ത്രീയോട് പറഞ്ഞു, അത്രേ, പെണ്ണേ, നീ
എനിക്ക് 4 ദിവസമല്ല 40 ദിവസമല്ല 400 ദിവസം നീ എനിക്ക് 40 വർഷം നീ എനിക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി തന്നാലും എന്റെ ശരീരത്തിലേക്ക് അത് ഏൽക്കുകയില്ല, എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ ആ അടിമസ്ത്രീ എന്താണ് അതിന് കാരണമെന്ന് ചോദിക്കുമ്പോ മഹാനവർ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദിക്റാണ് അതിന് കാരണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു അത്രേ, ഞാൻ എന്റെ ജീവിതത്തിൽ പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്ർ ഏതെന്നറിയുമോ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദിക്ർ ഞാൻ എന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ചൊല്ലി നടക്കുന്ന ആളാണ്. എന്റെ പുന്നാര നബി തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന ദിക്റാണിത്. ഈ ദിക്ർ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ലം യദുറുഹു, അവനിക്ക് ഒരു ബുദ്ധിമുട്ടും എത്തുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എന്റെ നിങ്ങൾ വിഷം കലർത്തി തന്നപ്പോ എന്റെ ശരീരത്തിലേക്ക് ഏൽക്കാഞ്ഞത് എന്ന് ആ സ്ത്രീയോട് പറഞ്ഞു കൊടുത്തു എന്ന്. ആയതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, വളരെയധികം മഹത്വം നിറഞ്ഞ വളരെയധികം ഫലങ്ങളുള്ള മഹാ അത്ഭുതമായ ദിക്റാണ് ഈ ദിക്ർ. ഇത് എല്ലാവരും പഠിച്ചു വെക്കുക. ഈ ദിക്ർ ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും 3 പ്രാവശ്യം വെച്ച് ചൊല്ലാൻ ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ മഹത്വം നിറഞ്ഞ ദിക്റാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊരു 3 പ്രാവശ്യം ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. ഈ ദിക്ർ എല്ലാവരും ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. പ്രയാസങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത, കഷ്ടപ്പാടുകളില്ലാത്ത ജീവിതം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിലുള്ള എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി തരട്ടെ. ഒരുപാട് പേർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. നമ്മുടെ കമന്റ് ബോക്സ് തുറന്നു നോക്കിയാൽ കാണാം പലതരത്തിലുള്ള ഉദ്ദേശങ്ങളും മുറാദുകളും പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. റഹ്മുർ റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, നീ അവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത മാരക രോഗങ്ങൾ തന്ന് നീ ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ലേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവൻ നീ നിലനിർത്തി തരണേ അല്ലാഹ്. ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് ദാരിദ്ര്യം തരല്ലേ അല്ലാഹ്. ഞങ്ങൾ നീ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, അന്തസ്സോടെ, അഭിമാനത്തോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ക്ലാസ്സിലൂടെ അറിവ് കേട്ടത് ജീവിതത്തിൽ പകർത്തുന്ന ഒത്തിരി പേരുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ഈ അറിവ് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ളതാക്കണേ അല്ലാഹ്. ഇതിൽ പറഞ്ഞു കൊടുക്കുന്നതായി ദിക്റുകളും ദുആകളും ഖുർആനുകളും കേൾക്കുന്നവരെ റബ്ബേ, അത് കേട്ട് അമൽ ചെയ്യുന്ന ആളുകളെ അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഇതിന്റെയൊക്കെ മഹത്വം എന്താണോ, പ്രതിഫലം എന്താണോ, അത് അവരുടെ ജീവിതത്തിൽ നീ അവർക്ക് പുലർത്തി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ ദുനിയാവിലും ആഖിറത്തിലും നീ വശറാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അവസരവും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ റമളാൻ ശരീഫ് പ്രതികൂലമാകുന്ന വിഭാഗത്തിൽ നീ ഞങ്ങളെ ആരെയും പെടുത്തല്ലേ അല്ലാഹ്. ഈ പരിശുദ്ധമായ റമളാൻ ശരീഫിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തതിലേക്ക് അടുക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.